ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കൃഷി എന്ന് പറയാൻ പറ്റില്ല, പുതിയ വീട് മാറുമ്പോഴത്തേനും കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊന്ന് സെറ്റാക്കണം. അതായത് ചിലതൊക്കെ കവറിലാണ്, ചിലതൊക്കെ ചട്ടിയിലുണ്ട്, ചെറിയ ചട്ടിയിലാണ്. അപ്പോൾ അത് നമുക്കൊരു നന്നായിട്ടൊന്ന് എന്താ പറയുക, മണ്ണൊക്കെ വെച്ചിട്ട് ചട്ടിയിൽ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഓൺ വോയിസിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ നല്ല ബഹളമായിരുന്നു, റോഡ് സൈഡ് ആയത് കാരണം തന്നെ നല്ല ബഹളങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ചത്, അതിലൊരു ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഒരുവിധം ചെടികളുടെ പേരൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നല്ല രസമുണ്ടായിരുന്നു, ഒരു റോസ് പൂവൊക്കെ ആയിട്ട് ഒരു ഉള്ളിച്ചെടി പേരില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാമല്ലോ. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ട്, ഇതിൻ്റെ ലീഫ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എന്താ പറയുക, കുറച്ച് ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആയുധങ്ങൾ എന്ന് പറയുമ്പോഴേ നമുക്ക് ചെടി വെക്കാനും അതുപോലെ മണ്ണ് കോരിയിടാനും അതൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കാനൊക്കെ പറ്റിയതും, അതുപോലെ ഇത് അതിലൊരു കട്ടർ, ഇതൊക്കെ കൂടിയിട്ട് മീഷോന്നാണ് വാങ്ങിയത്. ഇതെല്ലാം കൂടിയിട്ട് 180 സംതിങ് 80 എത്രയാണ് കേട്ടോ ആയത്. നല്ല എന്താ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു മണ്ണ് കോരിയെടുക്കുന്നതിൻ്റെ ആയാലും അതുപോലെ കട്ടറിൻ്റെ ആയാലും ഒക്കെ നല്ല ക്വാളിറ്റി വൈസ് നല്ലതായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിന് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ടൂൾസാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ആണ് നമ്മൾ ഇന്നത്തെ ഗാർഡനിങ് ചെയ്യാൻ പോകുന്നത്. 80 റുപ്പീസിന് ഇത് നല്ല വർത്തായിട്ട് തോന്നി കേട്ടോ എനിക്ക്. 4 പ്രോഡക്ട്സ് ഇവരെയും കൊണ്ട് വേണം നമ്മൾ ഇന്നത്തെ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ചെടികൾ കുറച്ചുകൂടി ഓൺലൈന് വാങ്ങുന്നതിനേക്കാളും നല്ലത് തോന്നിയത് നമ്മൾ പോയിട്ട് മേടിക്കുന്നത് തന്നെയാണ് കേട്ടോ തോന്നിയത്. അതായത് നമ്മൾ ഓൺലൈന് മേടിക്കുമ്പോൾ അതിൻ്റെ ആ ചെടികളൊക്കെ നല്ല ചെറിയ സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി വലിയ സൈസ്, പിന്നെ നമുക്ക് നോക്കിയിട്ടൊക്കെ എടുക്കാം എന്ന് തോന്നി. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ അവിടെ അടുത്താണ് പോയിട്ട് മേടിച്ചിട്ടുള്ളത്. കുറച്ച് ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അധികം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കണം. ഈ കട്ടർ ആദ്യം വന്നപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെയാണ് അതിലൊരു ബട്ടണൊക്കെ കണ്ടത് വെച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചെടി, ഇത് അവരെനിക്ക് ഫ്രീ തന്നതാണ് കേട്ടോ. കാരണം ഈ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അതെന്നോട് ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട്, ഇത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒക്കെ ഒരു വള്ളി ടൈപ്പ് ചെടി തന്നെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ അങ്ങനെ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ അതിന് പീസാക്കിയിട്ട് അതൊരു ചട്ടിയിൽ സെറ്റാക്കി കൊടുക്കാമെന്നാണ് കരുതുന്നത്. നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ ചകിരിച്ചോറ് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അതുപോലെ മണ്ണ് നമുക്ക് പിന്നെ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതങ്ങനെ എടുത്തു. ഇതിൽ കുറച്ച് വളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും എന്താ പറയുക, പൂ ഉണ്ടാവുന്നതിനാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണുള്ളൂ. ഇതിനൊന്നും അധികം ചേർത്ത് കൊടുക്കണമെന്നില്ല. എന്നാൽ ഇതിപ്പോൾ വെക്കുന്ന സമയമായതുകൊണ്ട് ചെറിയ രീതിയിൽ വളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി ഇപ്പോൾ നന്നായി താഴ്ത്തിയിട്ടൊന്നും കുഴിച്ചിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ വേര് താഴത്തോട്ട് ഇറങ്ങുന്നതല്ല. അപ്പോൾ അത് അതിൻ്റെ ഇലയുടെ ഭാഗം തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇതേപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേൽഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് പെതറി കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ടത് ഉണ്ടാവും. എനിക്കതിൻ്റെ ലീഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആണ് ഞാനത് എടുത്തത് കേട്ടോ. ഞാൻ വേറൊരു ടൈപ്പ് ചെടി കണ്ടിട്ടാണ് പോയത്, പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേരൊന്നും അറിയാത്ത കാരണമാണ് ഒരു പ്രശ്നം. ഞാൻ നോക്കട്ടെ ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ കട്ട് ചെയ്തതുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ഈ ഒരു മണ്ണില്ലേ, ഈ മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ജസ്റ്റ്. അപ്പോൾ അതവിടെ സെറ്റായിക്കോളും. വെള്ളം ഒഴിച്ച് കൊടുക്കുക.
ഇനിയിപ്പോൾ നമുക്ക് സെറ്റാക്കാനുള്ളത് ഈ അടിയനീയത്തിൻ്റെ പ്ലാന്റ്. ഈ അടിയനീയത്തിൻ്റെ പ്ലാന്റ് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. നല്ല ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്കും വന്നു. പക്ഷെ എന്താ വെച്ചാൽ മഴ പെയ്തല്ലോ, മഴ പെയ്തതിൽ അത് മാത്രമേ പിടിച്ചുള്ളൂ. ഞാൻ കുറേ എണ്ണം നട്ടിട്ടുണ്ടായിരുന്നു ഓരോരോ ചട്ടിയിലായിട്ട്. പക്ഷെ ഇത് മാത്രമേ പിടിച്ചുള്ളൂ. ഒരു തവണ എടുത്തിട്ട് മുട്ടയൊക്കെ ചേർത്ത് മഴ പെയ്തപ്പോൾ നാശമായി പോയി. കോഴിമുട്ടയിലിട്ടിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീരകളെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ, എന്നാലും ഒരു മുട്ടയിലേക്കുള്ളത് ഉണ്ടായിരുന്നു. അടിയനീയത്തിൻ്റെ പ്ലാന്റൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേനും മോൻ എണീറ്റു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഗാർഡനിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ എടുക്കലും നടക്കില്ല, അതുപോലെ തന്നെ ഇത് ശരിക്കും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പിറ്റത്തെ ദിവസമാണ് ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മണ്ണ് കൂടെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ എടുത്തു കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇനിയുള്ള വീഡിയോസ് എടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഇനിയിപ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞ പോലെ അടിയനീയത്തിൻ്റെ പ്ലാന്റ് നടാം. ഞാൻ പറഞ്ഞല്ലോ അടിയനീയത്തിൻ്റെ പ്ലാന്റ് കുറച്ചുകൂടി വലിയൊരു ചട്ടിയിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇത് ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും തന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ആ പോട്ടിലോട്ട് നമ്മൾ അത് നിറച്ചിട്ട്, അപ്പോൾ ഞാൻ ആ മറ്റേ പോട്ടിൽ നിന്ന് അത് എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ മണ്ണിൽ നിന്ന്. അതെന്താ വെച്ചാൽ അത്രയും ആരോഗ്യമില്ലാതെയാണ് ആ ചട്ടിയിൽ അത് നിന്നിരുന്നതെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ചെടിക്ക് ശേഷം ഞാൻ പിന്നെ ഈ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ വെച്ചത്. ഇത് നമുക്ക് ഇതിൻ്റെ പേരറിയില്ല. കാണാൻ നല്ല രസമാണ്. നല്ല തണ്ടൊക്കെ നല്ല കുറച്ചൊരു വണ്ണായിട്ട്, ഇലകൾ നല്ല എന്താ പറയുക കട്ടിയുള്ള ഇലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പിന്നെ ആ വേറൊരു ചട്ടിയിൽ വെച്ചത്. അപ്പോൾ അതും നല്ല എന്താ പറയുക കാണാൻ നല്ല കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ, ചെറുതാകുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയിലായിരിക്കും. അത് കുറച്ച് വലിയൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആ ചെടി വെച്ചു. വാങ്ങുമ്പോൾ ചെറിയൊരു ചട്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് വലിയ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ചെറിയ രീതിയിൽ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ മേടിച്ചതാണ്. ചെടി വാങ്ങുന്നിടത്തു നിന്ന് തന്നെയാണ് ഞാൻ അതിൻ്റെ വളം വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എപ്പോഴും ചെടികൾ ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടായിട്ടുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ശരി, ഔട്ട്ഡോർ ആയാലും ശരി, എല്ലാവരും ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ ആ ചെടികളുടെയും മൊത്തത്തിൽ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒക്കെ ഭംഗി നഷ്ടപ്പെടും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അതിനോട് ചേരുന്ന ചെടികൾ മാത്രം എപ്പോഴും കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കുത്തി നിറച്ച് വെക്കാതിരിക്കുക. അപ്പോൾ ഓരോ ചെടിക്കും അതിൻ്റേതായ ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ വേണം, ഏതൊക്കെ ആയിരിക്കും ഭംഗി, ആ ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ഇതിൽ ചെടികൾ വാങ്ങിയിട്ടുള്ളത് ഓരോന്നും എവിടെ വെക്കണം എന്നുള്ളത് വ്യക്തമായിട്ടൊരു ധാരണയുള്ള ഇതുകൊണ്ട് മാത്രം, അതായത് എവിടെയൊക്കെ വെക്കാം അതിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ചെടി ഇഷ്ടമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ചെടികൾ കൊടുന്ന് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് അത് ചിലപ്പോൾ ഒരു ഭംഗി നഷ്ടപ്പെടലാവും. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു ചെടിയാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ കുറച്ച് ട്രെൻഡിങ് ആണ്, കളർ ഇലകൾ വരുന്ന, അതായത് പൂവൊന്നുമില്ല. ഇവ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. കാരണം ഒരു 3 days 4 days ഒക്കെ കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ചെടികളാണ് ഇതൊക്കെ. അങ്ങനത്തെ കുറച്ച് എന്താ പറയുക കളർ ഇലകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെടികളാണ് കുറച്ച് വാങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ചെടി വന്നിട്ട് എന്താ പറയുക ഒരു റോസും അതുപോലെ ഗ്രീനും ഇലകൾ വരുന്ന ഒരു ചെടിയാണ്. കാണാനും ശരിക്കും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ലീഫൊക്കെ ഒന്നും കൂടി മെയിൻറ്റെയിൻ തുടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചെടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു തിക്കായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ചെടിയായിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പോട്ടിൽ 2 എണ്ണം ഉണ്ട്, 2 ടൈപ്പ് ചെടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് സെറ്റാക്കണം. അപ്പോൾ ഇതിൽ ഒരെണ്ണം എന്നിട്ട് ഇത് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അത് കുറച്ച് വലിയ ചട്ടിലോട്ട് തന്നെ മാറ്റണം. അപ്പോൾ അത് മാറ്റണം. അതുപോലെ തന്നെ മറ്റേ 2 ചെടികളും മാറ്റണം. അപ്പോൾ 2 എണ്ണം വന്നിട്ട് ഒരെണ്ണം
ഒരു കളർ ഇല തന്നെയാണ്. ഇപ്പോൾ ഇലകളിൽ അതായത് ഇൻഡോർ പ്ലാന്റ്സ് അധികവും ഇങ്ങനെയുള്ള ടൈപ്പുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതാണ് നോക്കിയത്. അപ്പോൾ അത് ഇനി നമുക്ക് നല്ല മണ്ണ് നിറച്ചിട്ട് കുറച്ച് വലിയ സൈസിൽ വരുന്ന ചെടികൾ കുറച്ച് വലിയ ചട്ടിയിലോട്ട് തന്നെ മാറ്റണം. ഇതൊക്കെ കുറച്ച് വലുതായി നിൽക്കുന്നത്, അപ്പോൾ അത് വലിയ പോട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും കാണാൻ ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് കുറച്ച് വലിയ പോട്ടിലോട്ട് മാറ്റുകയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഉള്ളത് ഈ 2 ചെടികളാണ്. അതിൽ 2 എണ്ണം വരുന്നുണ്ട്. 2 എണ്ണം സെപ്പറേറ്റ് ചെയ്ത് 2 എണ്ണത്തിലേക്ക് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ ചെറിയ പോട്ടിൽ ഒരു പോട്ടായ കാരണം അത് എടുത്ത് കിട്ടാൻ കുറച്ച് പാട് പിടിച്ചു കേട്ടോ. എനിക്കത് പൊട്ടിപ്പോകുമെന്നൊക്കെ പേടി തോന്നി. പക്ഷെ കറക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഈ കുഴിച്ചിട്ട ചെടികളൊക്കെ തന്നെ നല്ല എന്താ പറയുക വാട്ടൊന്നും ഇല്ലാതെ നല്ലപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല വെയിലില്ലാതെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ മഴയൊക്കെ പെയ്തപ്പോൾ എൻ്റെ കുറേ ചെടികൾ അങ്ങനെ നാശമായി പോയി കേട്ടോ. അതായത് എനിക്കത് എടുത്ത് വെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഓവർ വെള്ളമൊക്കെ ആയിട്ട് അത് ഒരുവിധം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഒരുവിധം ചെടികൾ നമ്മൾ പോട്ടിൽ വെച്ച ചെടികളൊക്കെ നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. ആ ക്യാമറമാനാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ട് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ചെടികളും എടുത്തു വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് നടാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ സാറിനോട് കുറച്ച് നേരം എടുത്തരാൻ പറഞ്ഞത് കാരണം എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എനിക്ക് എടുത്തുന്ന കാരണം സുഖമായിട്ട് പെട്ടെന്ന് നടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചെടി ഞാൻ അതിൽ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് അഡീനിയത്തിൻ്റെ പ്ലാന്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി 1-2 ചെടി കൂടി നടാൻ ബാക്കിയുള്ളൂ. നമ്മളിങ്ങനെ ചെടികളൊക്കെ നടാനിരിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളുടെ അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കുക കേട്ടോ. പോട്ടായാലും വളമായാലും അതുപോലെ മണ്ണായാലും ചകിരിച്ചോറ് അതിൻ്റെ എന്താ പറയുക ടൂൾസ് ആയാലും ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോന്ന് അന്വേഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മണ്ണെല്ലാം ഒരു എന്താ പറയുക ചാക്കെടുത്ത് അതിൽ കുത്തി വെച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും മണ്ണൊക്കെ മിക്സ് ചെയ്യാനൊക്കെ വേഗം പറ്റി. പിന്നെ ഇപ്പോൾ ക്യാമറ സൈഡും പിടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ചെയ്തു പോയാൽ മാത്രം മതിയല്ലോ. പിന്നെ ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള ഒരു ചെടിയുടെ പേരും എനിക്ക് ശരിക്കും അറിയില്ല. അഡീനിയം എന്നുള്ളത് മാത്രം അറിയാം, ബാക്കിയുള്ളതൊന്നും അങ്ങനെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേരുകൾ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാനിത് കൂടാതെയും കുറച്ച് പ്ലാന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചെടികളുടെയും ഒരു വീഡിയോ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ ഇതിൽ ചിലതൊന്നും എനിക്ക് മാറ്റി കുഴിച്ചേണ്ടി വന്നിട്ടില്ല. അതൊക്കെ നല്ല കുറച്ച് വലിയ ചട്ടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്നും മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഒരു ചെടി അവർ അത് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് പറയാം. അപ്പോൾ ആ ചെടി കൂടി ഇനിയിപ്പോൾ കുഴിച്ചിടാനുള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ചെയ്ത് വരുന്ന സമയം തന്നെ ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ചെടികളൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെടികളാണിപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഞാൻ മുന്നേ തന്നെ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് ചെടികൾ കാണിച്ചിട്ട്. ഇതൊക്കെ തെച്ചിയാണ്, ചെറിയ തെച്ചി. ഇതിൻ്റെ കളറ് എന്താ പറയുക ഒരു യെല്ലോ കളറും പിന്നെ അതുപോലെ ചന്ദന കളറും ഇതൊരു റോസ് കളറുമാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ നിശാഗന്ധി എന്ന് പറയുന്ന ചെടിയില്ല, അതാണ്. അത് പിടിച്ചിട്ടുണ്ട്, പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അശ്വതി കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ ഒരു 6-7 വെറൈറ്റീസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചട്ടിയിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു സ്റ്റിക്കിൽ കയറ് വെച്ചിട്ട് കെട്ടിയിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നതാണ്. അത് പടർന്ന് കയറുന്നേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടിയുടെ ലീഫൊക്കെ നന്നായി തുടച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ അലോവേരയുടെ ഒരു ചെറിയ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണിത്. ഇത് നല്ല രസമുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ. ഇത് പിന്നെ പീസ് ലില്ലി, അത് 2-3 കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ആമസോണിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. വളരെ റേറ്റ് കൂടിയൊരു ചെടിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ആക്ച്വലി ഇത് ഞാൻ വെറുതെ വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ മതിലിൻ്റെ മുകളിലൊക്കെ മഴക്കാലമായി കാണുന്ന ഒരു സംഭവമാണ്. ഇത് വന്നിട്ട് ഒരു മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ അത് അത്ര ആരോഗ്യത്തോടെ വന്നിട്ടില്ല. പിന്നെ ഇതും ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്.
പിന്നെ ചട്ടികളിൽ ഒരു 5-6 കളറ് എന്താ പറയുക നമ്മളുടെ ബോഗൻവില്ല കടലാസ് പൂവ് അതിൻ്റെ ചെടികളുണ്ട് കേട്ടോ. അതിപ്പോൾ മഴ സീസൺ ആയപ്പോൾ എല്ലാ സ്ഥലത്തും പൂവൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതുണ്ട്. അത് പൂവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കളേഴ്സ് പോലും അറിയുള്ളൂ ഏതൊക്കെ ചട്ടിയിലാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ മതിലിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികളെന്ന് പറയുന്നത് സെറ്റാക്കിയിട്ടുള്ളത്. ഇനി ചെടി വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പുറത്ത് വെക്കാനുള്ള ചെടികളാണ് മേടിക്കാനുള്ളത്. അതിന് വന്നിട്ട് അത് എന്തൊക്കെയാണ് എങ്ങനെ വെക്കണം എന്നുള്ളത് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അത് കാരണം ഞാനൊന്നും വാങ്ങേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഒരു ബഡ്ഡിങ് ചെയ്യാനുള്ള, അതായത് ഒരു വലിയൊരു കടലാസ് ചെടി ഉണ്ട്. ആ കടലാസ് ചെടി ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഇപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ബഡ്ഡിങ് നടത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ, സീ യു.